നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുടെ ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? കുഴപ്പമില്ല, എങ്ങനെ പോകുന്നു അവിടെ? എന്നാണ്ട് നന്നായിട്ട് പോകുന്നു. ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലിരിക്കാന്ന് തോന്നുന്നു. ബ്രോ, നമ്മള് ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചും ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചാണ്. അപ്പോൾ EPL തുടങ്ങാൻ ഇനി ഓൾമോസ്റ്റ് ഒരു ഫ്യൂ വീക്സ് മാത്രമേ ബാക്കിയുള്ളൂ. പല ടീമുകളും 100 ബില്യൺ പ്ലസ് സ്പെൻഡ് ചെയ്യാൻ റെഡിയാന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. പണ്ടത്തെ പോലെ നെഗോഷിയേഷൻ ടാക്ടിക്സ് ഒന്നുമില്ല. ഇപ്പോൾ എലിയട്ട് ആൻഡേഴ്സനെ സിറ്റി മേടിച്ചിട്ടുണ്ട് 100 ബില്യൺ പ്ലസ്. ഇപ്പോൾ ടൊണാലി നമ്മൾ 2 സൈനിങ്സ് നടത്തി, അതും 100 ബില്യൺ മുകളിൽ പോയി. പല ആൾക്കാരും EPL തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് നോക്കുന്നത്. ബ്രോ, എലിയട്ട് ആൻഡേഴ്സന്റെ ടെക്നിക്കൽ എബിലിറ്റി നമ്മൾ വേൾഡ് കപ്പിലായാലും അല്ലെങ്കിൽ അതിന് പുറത്തും കണ്ടതാണ്. പക്ഷേ ഈ 100 മില്യൺ പ്ലസ് എന്ന് പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ബ്രോ? അല്ല, അത് ഒരിക്കലും അല്ല. നമ്മളിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മാർക്കറ്റ് അതാണ്. ഇപ്പം നമ്മള് ഫെയർ വാല്യൂ നോക്കിയിരുന്ന കാര്യം നടക്കത്തില്ല. അവസരോട് ഇപ്പം ഫുട്ബോൾ എത്തി. അപ്പൊ നിങ്ങൾ തന്നെ പോയി മത്തേസ് ഫെർണാണ്ടസിന്റെ അടുത്ത് ഒരിക്കലും ഒരു റെലഗേറ്റ് ആയ ഒരു പ്ലെയർ ആണ്. 21 വയസ്സുള്ള 85 മില്യൺ പൗണ്ട്സ് ആണ് നിങ്ങളും പേ ചെയ്തത്. സോ അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടൊണാലിയിൽ 100 കൊടുത്തു. ഓക്കെ, മോറൻ റോജേഴ്സിന് ചെൽസി 117 ഇറക്കുന്നു. ഇപ്പൊ എലിയട്ട് ആൻഡേഴ്സണിൽ പോയി 120 ഇറക്കുന്നു. ഞങ്ങൾക്ക് അത് വേണം എന്നുള്ള ഒരു ഡിമാൻഡ് വെക്കാനായിട്ട് ഇപ്പം പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾക്ക് പറ്റും, മിഡ് ടേബിൾ ക്ലബ്ബുകൾക്കും എല്ലാം പറ്റും. ആ അവസരമോട്ട് എത്തി. കാരണം ഫൈനാൻഷ്യലി അവർ അത്രയും സ്ട്രോങ്ങർ ആയി, ഈവൻ ചെറിയ ക്ലബ്ബുകളാണെങ്കിൽ പോലും. സോ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് പേ ചെയ്യും. ഇപ്പം മാനേജറിന് വേണം. 3 സിനാരിയോ നോക്കും. മാനേജറിന് ആ ഒരു പ്ലെയറിനെ വേണം. ആ ഒരു പ്ലെയർ വന്നാൽ ടീം ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ പുള്ളി പ്രൂവൺ ആണ്, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളൊരു ഫീൽ ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നുള്ളൊരു ഫീൽ ആണെങ്കിൽ ഇപ്പൊ എലിയട്ട് ആൻഡേഴ്സന് വേണ്ടി മൾട്ടിപ്പിൾ ക്ലബ്സ് ഉണ്ട്. ഇപ്പൊ സിറ്റി ആ ഡീലിൽ നിന്ന് പിന്മാറുമായിരുന്നെങ്കിൽ എടുക്കാനായിട്ട് വേറെ ക്ലബ്ബുകളുണ്ട്. ഈ പൈസ കൊടുക്കോ ഇല്ലയോ എന്നുള്ളതല്ല, എടുക്കാനായിട്ട് വേറെ ക്ലബ്ബുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മത്തേസ് ഫെർണാണ്ടസിനെ എടുത്തില്ലായിരുന്നെങ്കിൽ എടുക്കാൻ വേറെ ക്ലബ്ബുകളുണ്ട്. സോ അങ്ങനെ വരുമ്പോഴേക്കും പ്രൈസിനെ നോക്കിയിട്ട് കാര്യമില്ല. ഫുട്ബോൾ അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനേജറിന് വേണം റൈറ്റ് സിസ്റ്റത്തിൽ ഈ സിസ്റ്റത്തിൽ പ്ലെയർ അഡാപ്റ്റ് ആയെന്നുള്ളൊരു ഡിസിഷൻ മാനേജ്മെന്റും മാനേജറോട് എടുക്കുവാണെങ്കിൽ ഓക്കെ, ഗോ ഫോർ ഇൻ. പ്രൈസ് ഇനി നോക്കിയിട്ട് കാര്യമില്ല, അങ്ങോട്ടേക്കാണ് ഫുട്ബോൾ പോകുന്നത്. കാരണം ഇവര് നോക്കുമ്പോഴേക്കും 10ഉം 12ഉം ദിവസത്തിനാണ് 4ഉം 5ഉം മാച്ച് കളിക്കുമ്പോഴേക്കും അമ്മാതിരിയുള്ള സ്ക്വാഡ് ഡെപ്ത് വേണം. പഴയതുപോലെ സ്ക്വാഡ് ഫില്ലിംഗ് ഡെപ്ത് അല്ല, ഈക്വലി ഗുഡ് ആയിട്ടുള്ള സ്ക്വാഡ് ഡെപ്ത് വേണം. സോ അങ്ങനെ വരുമ്പോഴേക്കും കൂടുതൽ ഫെർദർ പോയാൽ കൂടുതൽ പൈസ പറഞ്ഞു. ഇപ്പൊ നേരത്തെ 10 രൂപ ഉണ്ടാക്കുന്ന സ്ഥാനത്ത് ഇപ്പം 100 രൂപ ഉണ്ടാക്കുവാണ്. സോ നേരത്തെ 10 രൂപ ഉണ്ടാക്കിയപ്പോൾ 3 രൂപ ഇറക്കിയ സ്ഥാനത്ത് ഇപ്പം 100 രൂപ ഉണ്ടാക്കുമ്പോഴേക്കും 40 രൂപ ഇറക്കാനായിട്ട് ക്ലബ്ബുകൾ നോക്കും. സോ അങ്ങോട്ടേക്കാണ് ഇപ്പൊ ഫുട്ബോൾ കാര്യങ്ങൾ പോകുന്നത്. ബ്രോ, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, പെപ്പില്ല, സിറ്റി പുതിയ മാനേജർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ആർട്ടറ്റ കപ്പ് അടിച്ചിട്ട് ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായിട്ട് നിൽക്കുന്നു. സോ ഈ ഒരു സീസൺ കുറച്ചുകൂടി കോമ്പറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് ബ്രോയുടെ അഭിപ്രായത്തിൽ? കാരണം നമ്മള് പെപ്പ ആ സ്ഥലത്ത് നിൽക്കുമ്പം ക്ലോപ്പുള്ള സമയത്തായാലും നമ്മൾ പറയാറുണ്ട് ഈ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ്. പക്ഷെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഫേവറേറ്റ്സ് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആർസനൽ ജയിച്ചു, പക്ഷെ അവർ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരൊക്കെയാണ്. പക്ഷെ ഒരു ക്ലിയർ ഫേവറേറ്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഏത് ടീമിനും കപ്പടിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു സീസൺ മാറാൻ ചാൻസ് ഉണ്ടോ ബ്രോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പൊ ആർസണലാണ് ക്ലിയർ ഫേവറേറ്റ്സ് ഓൺ പേപ്പർ. നമ്മളിപ്പോ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നോക്കുവാണെങ്കിൽ. പക്ഷെ ബ്രോ നോക്കുവാണെങ്കിൽ ട്രഡീഷണൽ ടോപ്പ് 6 5ഉം പുതിയ മാനേജേഴ്സ്. സ്കാരിക്ക് പകുതിക്ക് വെച്ച് വന്നെങ്കിലും പുള്ളിയുടെ ഫസ്റ്റ് ഫുൾ സീസൺ ഇൻചാർജ് ആണ് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട്. സോ എല്ലാ ടീമിനും പുതിയ മാനേജേഴ്സ് ആണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ ടൈം എടുക്കും. രണ്ടാമത്തെ കാര്യം, അർട്ടേറ്റയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അർട്ടേറ്റ ലാസ്റ്റ് സീസണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുത്തിയേ പറ്റി. ഇപ്പൊ ലാസ്റ്റ് സീസൺ കളിച്ച പോലെ കളിച്ച് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. ഒന്നാം താരം സീസൺ എന്റെ ആയപ്പോഴും നമ്മൾ കണ്ട് ടീമുകൾ കുറച്ച് അഡാപ്റ്റ് ചെയ്യുന്ന കണ്ടു, ആർസണൽ എങ്ങനെ കളിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. പിന്നെ ലാസ്റ്റ് സീസണിനെ പോലെ എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല. ഈ സലീബയ്ക്കും ഗബ്രിയലിനും എപ്പോഴും 1-0 പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റണമെന്നില്ല കഴിഞ്ഞ സീസണിനെ പോലെ. ഇപ്പൊ ഈ സീസൺ അവരെല്ലാവരും ഇപ്പൊ ഡിഫൻസീവിൽ എന്തെങ്കിലും ലീക്ക് ആയാൽ ദേ നീഡ് ടു സ്കോർ മോർ ഗോൾസ് അല്ലെ. സോ ആർസണലിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ആർസണൽ സൂക്ഷിക്കേണ്ടത് അവിടാണ്. ആർസണൽ നമ്മൾ പറയാം ടാക്ടിക്കലി കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അതിലേട്ടുള്ള സൈനിങ്സ് ബർക്കോളയൊക്കെ പോലത്തെ, ബ്രൂണോ വിമാറസ് ഒക്കെ പോലത്തെ പ്ലേയേഴ്സിലോട്ട് അഗ്രസീവ്ലി ആർസണൽ പോകുന്നത് അതുകൊണ്ടാണെന്നൊരു ഫീൽ ഉണ്ട്. സോളിസ് ഒരു അണ്ടർ റേറ്റഡ് സൈനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പലരും സ്ലീപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു സൈനിങ്ങിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സലീബ മിക്കവാറും സീസൺ പകുതി കാണത്തില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസം കാണത്തില്ല. സോ എന്തൊക്കെ വന്നാലും സലീബയ്ക്ക് പകരം അവിടെ ആര് വന്നെന്ന് പറഞ്ഞാൽ ഈക്വലി സലീബയുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്നില്ല. ആൻഡ് ഗബ്രിയേല് ആർസണലിൽ വരുമ്പോൾ ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടിരുന്നു പുള്ളിയുടെ വൾണറബിലിറ്റീസ്. സോ സലീബ ഇല്ലെങ്കിൽ ഗബ്രിയേൽ കൂടെ എക്സ്പോസ്ഡ് ആവുക, ഗബ്രിയേൽ ഇല്ലെങ്കിൽ സലീബയും കൂടെ എക്സ്പോസ്ഡ് ആവാം. അതുപോലെ ഞാൻ ഡെക്ലൻ റൈസിൽ നിന്ന് കഴിഞ്ഞ സീസൺ കിട്ടിയ പെർഫോമൻസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒന്നാം കാര്യം ഈ ഓർക്കും, നല്ലപോലെ ഓർക്കുകൂടാണ്. വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു പുള്ളി ഫിസിക്കലി ഹി വാസ് സ്ട്രഗിളിങ്. സോ ഈ സീസൺ റൈസിന്റെ ഊറ്റാൻ പറ്റുന്നതിന്റെ മാക്സിമം ഊറ്റാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ അതിനകത്ത് തന്നെ റൈസിന്റെ ഒരു റീപ്ലേസ്മെന്റ് അവിടെ വേണ്ട. റൈസ് ആ മിഡ്ഫീൽഡിൽ ഇല്ലെങ്കിൽ
ആർസണൽ മിഡ്ഫീൽഡ് എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. സോ ബ്രൂണോ ഗമാരസിന് വേണ്ടി അർട്ടേറ്റ ഇത്ര അഗ്രസീവ്ലി പുഷ് ചെയ്യുന്ന എന്തിനാന്ന് പലരും ചോദിക്കുന്നുണ്ട്. റീസൺ ഇസ് സിമ്പിൾ ബ്രോ. ഡെക്ലൻ റൈസ് cannot expect Declan Rice to perform like that. കൂടാതെ സ്ക്വാഡ് ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കുറച്ചുകൂടെ ഡൈനാമിക്സ് മിഡ്ഫീൽഡ് വരേണ്ട ആവശ്യമുണ്ട്. സോ ബ്രൂണോ ഗിമാറസ് സൈനിങ് എനിക്ക് ഇപ്പം തോന്നുന്നത് വളരെ അത്യാവശ്യമാണ് ആർസണൽ രണ്ടാക്കാൻ, എസ്പെഷ്യലി വിത്ത് റൈസ് ലാസ്റ്റ് സീസൺ പെർഫോം ചെയ്ത രീതിയും പുള്ളിയുടെ പെർഫോം എന്നല്ല, പുള്ളിനെ ഓവറായിട്ട് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു, ഇഞ്ചറിയും വെച്ച് പുള്ളി കളിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കണ്ടു. സോ ആർസണൽ ആണ് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് ബ്രോ പറഞ്ഞ പോലെ ഒരു ക്ലിയർ ഫേവറേറ്റ്സ് ഇല്ല. എൻസോ മരസ്കയുടെ സിറ്റി എങ്ങനെ പോകുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചാബി അലോൺസോനെ അവിടെ ചെൽസി നല്ലപോലെ ബാക്ക് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ലുക്കിംഗ് ഗുഡ്. കാരിക്കിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും 50-50 ആണ് ഈ സീസൺ എങ്ങനെ പോകുന്നുള്ള കാര്യത്തിൽ. കാരണം സൈനിങ്സ് വളരെ സ്ലോലി ആണ് വരുന്നത്. എനിക്ക് യുണൈറ്റഡ് ഫുൾ ബാക്സും മിഡ്ഫീൽഡിലും ഇവർ അറ്റാക്കിലും ഒക്കെ അഡീഷൻസിന് ആവശ്യമുണ്ട്. കാരണം ഇനി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളുണ്ട്. ലാസ്റ്റ് സീസണെ പോലെ പ്രീമിയർ ലീഗ് മാത്രമല്ല അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. സോ റോ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗ് ഓപ്പൺ ആണ്, ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ഓൺ പേപ്പർ ആർസണലാണ് ഫേവറേറ്റ്. പക്ഷേ ഞാൻ ക്ലിയർ ഫേവറേറ്റ് ആയിട്ട് ആർസണലെ കാണുന്നുണ്ടോ? 100 ഇപ്പം മോർ ദാൻ 50% ആർസണലാണ് ലീഗ് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ട് റീസൺസ്, ഫുള്ളി ടാക്ടിക്കലി അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ഈ പ്ലേയേഴ്സിന്റെ ഫറ്റീഗ്നെസ് ഫിറ്റ്നസ് വലിയൊരു ഫാക്ടർ ആർസണൽ ടീമിലോട്ട്. ബ്രോ ഞാനൊന്ന് റയലിന്റെ പുതിയ കോച്ചിന്റെ കാര്യത്തിലേക്ക് പോവാണ്. ഇപ്പോൾ മൊറീഞ്ഞ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം പുള്ളിയുടെ ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീസൺ ആയിരിക്കും. എസ്പെഷ്യലി എല്ലാ ക്ലബിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പം അൺബീറ്റൻ റൺ, ബെൻഫിക്കയെ ഒരു അൺബീറ്റൻ റണ്ണിന് കൊണ്ടുപോയി. അതിന് മുമ്പിലത്തെ ക്ലബ്ബായാലും ഫസ്റ്റ് സീസൺ വെച്ചാൽ കിടുവായിരിക്കും. പക്ഷേ ഈ ഈഗോ പ്ലേയേഴ്സിനൊക്കെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമല്ല. കാരണം പുള്ളി ഒരുപാട് ബിഗ് പ്ലേയേഴ്സിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മാനേജറാണ്. പക്ഷെ റയലിന്റെ കാര്യത്തിൽ പ്ലേയേഴ്സ് എന്താണ് മുമ്പ് കാണിച്ചതെന്നുള്ള കാര്യം നമ്മൾ പല മാച്ചിലും കണ്ടിട്ടുണ്ട്. മാനേജറെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ മാനേജറുടെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നു, കളി കഴിഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അവരുടെ പ്രതികരണമൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ മൗറീഞ്ഞ ചിലപ്പോ ബെഞ്ചിലൊക്കെ ഇരുത്തി കഴിയും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ എത്ര വലിയ പ്ലെയർ ആയാലും. ബ്രോയുടെ അഭിപ്രായത്തിൽ ഇത്രയൊരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ പുള്ളിക്ക് മാനേജ് ചെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ട് ബ്രോ? ഉണ്ട് ബ്രോ. റയലില് പുള്ളി ഞാൻ മാനേജ് ചെയ്യുമെന്ന് തോന്നുന്ന ഒരു റീസൺ എന്താന്ന് പറഞ്ഞാല് പുള്ളിക്ക് പെറസിന്റെ ഫുൾ ബാക്കിംഗ് ഉണ്ട്. ഈ ഡെൻസിൽ ഡംപേഴ്സ് ഒന്നും ഒരിക്കലും പെറസ് നടത്തുന്ന ഒരു സൈനിങ് അല്ല. നമ്മൾ റീസെന്റ് നോക്കുവാണെങ്കിൽ ഇപ്പം പുള്ളി 30 ഓൾമോസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്ലെയർ ശരിയാണ്. 25 ഫ്രീ ഏജന്റും അല്ല, 25 മില്യണോളം കൊടുത്തു. ബെർണാഡോനെ പുള്ളിക്ക് വേണോന്ന് പറഞ്ഞ് എത്തിച്ചു കൊടുത്തു. സോ പുള്ളിക്ക് ആരെയും വേണോന്ന് പറയുകയാണെങ്കിൽ പെറസ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, വിച്ച് മീൻസ് പെറസിന്റെ 100% ബാക്കിംഗ് ഉണ്ട്. പിന്നെ ഒരു മെസ്സേജും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, പ്ലേയേഴ്സിനും എല്ലാം ചെന്നിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് സീസണെ പോലെ ഇന്ന കോച്ച് ഇഷ്യൂ ആണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ ഒരു പ്ലെയർ പർട്ടിക്കുലർ ചില കംപ്ലൈന്റ് വരുവാണെങ്കിൽ പുള്ളി കോച്ചിനെ ആയിരിക്കും ബാക്ക് ചെയ്യുന്നുള്ള ഒരു കാര്യത്തിൽ ക്ലിയർ മെസ്സേജ് തന്നിട്ടുണ്ട്. കാരണം ഇത് പെറസിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത് റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് ഫുൾ ആയിട്ട് എടുത്തൊരു അപ്പോയിന്റ്മെന്റ് അല്ല ഇതെന്നാണ് കേൾക്കുന്നത്. പെറസിന്റെ ഇൻഡിവിജ്വൽ അപ്പോയിന്റ്മെന്റ് ആണ്. പുള്ളിയാണ് ഈ ഒരു ഡീലിന് വേണ്ടി 100% ബാക്ക് ചെയ്താൽ ഈ പുള്ളിനെ ഫുള്ളി ബാക്ക് ചെയ്യാൻ പോകുന്നതും പെറസ് തന്നെ ആയിരിക്കും. അത് തന്നെയാണ് മൊറീനോയുടെ സ്ട്രെങ്തും. ശരിയാണ്, ഇപ്പൊ കോച്ചിങ് വൈസ് പുള്ളി ടാക്ടിക്കലി മോഡേൺ ഫുട്ബോളോട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, റയൽ മാഡ്രിഡില് ടാക്ടിക്സും മറ്റേതൊക്കെ വേണം, പക്ഷെ അതിനേക്കാൾ ഒരു വേണ്ടത് മാൻ മാനേജ്മെന്റ് സ്കിൽസ് ആണ്. ആ ടീം ഒന്നൊരു ഓർഗനൈസ്ഡ് ആയി കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. ആൻഡ് മൊറീനോയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ, കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ കളിക്കാനായിട്ടുള്ള പ്ലേയേഴ്സും അവിടെ ഉണ്ട്. സോ ബ്രോ ഈ പറഞ്ഞ പോലെ ഈഗോ ക്ലാഷ് ഒതുക്കാനായിട്ട് തന്നെയാണ് പുള്ളിനെ കൊണ്ടുവന്നേക്കുന്നത്. അല്ലാതെ ടീം പെട്ടെന്ന് കയറി ഫ്ലൂയിഡ്, ഇപ്പം റിപ്പോർട്ടുകൾ പലതും വരുന്നുണ്ട്, ഫ്ലൂയിഡ് പൊസഷൻ സ്റ്റൈൽ ഓഫ് പ്ലേ അങ്ങനെ ഇങ്ങനെ മറിച്ച് ഒന്നും റയലിന് വേണ്ട. അവർക്ക് വേണ്ടത് ഒരു പ്രോപ്പർ എന്നാ പറയാ ഒരു എൻവയോൺമെന്റ് അവിടെ സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ടീം ജയിക്കുക, ടീമിനെ ജയിപ്പിക്കുക, അതാണ് പ്ലാൻ എന്ന് കേൾക്കുന്നു. സോ മൊറീനോ എന്റെ ഒരു ഒപ്പീനിയൻ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ പ്രോബ്ലി റൈറ്റ്, ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റ് ആയിട്ട് മറ്റൊന്നും കാണുന്നില്ല. പ്രോബ്ലി ഒരു 1 or 2 സീസൺ പ്രോജക്റ്റ് ആയിരിക്കും. ടീം പുള്ളി റെഡിയാക്കി കൊടുക്കുമായിരിക്കും, അതിനുശേഷം മൂവ് ഓൺ ചെയ്യുമായിരിക്കും. സോ ഇപ്പോഴും ബ്രോയി പറഞ്ഞ പോലെ 50-50 എല്ലാ ഡീലും 50-50 ആണ്. മൊറീനോ ന്യൂ മാനേജ് പുതിയ മോഡേൺ ഫുട്ബോളായിട്ട് അഡാപ്റ്റ് ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഐ ഡോണ്ട് നോ. പക്ഷേ ഇറ്റ്സ് റയൽ മാഡ്രിഡ് ആയതുകൊണ്ട് പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓൾ അബൌട്ട് ടാക്ടിക്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് സിസ്റ്റം. ആ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുകയാണ്, ആ ഒരു ഇൻഡിവിജ്വൽ ആ ടീം ജയിപ്പിക്കാനുള്ള ഒരു ഇതുണ്ട്. ആൻഡ് മൊറീനോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മൈൻഡ് ഗെയിംസിന്റെ ആശാനാണ്. പുള്ളി ലോക്ക്ഡ് ഇൻ ആയാൽ ശരിയാണ് പുള്ളിക്ക് വേറെ ലെവലിൽ റിസൾട്ട് പുള്ളിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. എനിക്ക് പെറസ് പുള്ളി 100% ബാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രോബ്ലി ആ പ്രോജക്ട് സക്സസ് ആവാനുള്ള സാധ്യത. ബ്രോ അവസാനത്തെ ഒരു ചോദ്യം, ഇപ്പോ നമ്മള് ജർമ്മൻ ടീം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോപ്പ് വന്നു, പെർലോ പുതിയ മാനേജറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, പെപ്പിനെ അന്വേഷിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പെപ്പ് നോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ക്ലബിന്റെ ലെജൻഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ഒക്കെ പതുക്കെ നാഷണൽ ടീമിൻ മാനേജിങ് റോളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് സക്സസ്ഫുൾ ആവുന്ന കാര്യം നമുക്കറിയില്ല. കാരണം ജർമ്മനിയുടെ ഒരു കഴിഞ്ഞ 2-3 വേൾഡ് കപ്പും യൂറോ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അവർക്ക് പലപ്പോഴും ഗ്രൂപ്പ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഫൈനൽ ഒന്നും കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്.
ക്ലോപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്ക് പ്രതീക്ഷ ഉണ്ടോ ബ്രോ? നമ്മുടെ ലിവർപൂളിനൊക്കെ ബിൽഡ് ചെയ്ത പോലെ ഒരു 2-3 വർഷത്തിനകത്ത് ഒരു പഴയ ജർമ്മൻ ടീം തിരിച്ചു വരുന്നുള്ള എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ബ്രോ? ഞാൻ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നാഷണൽ ടീമിൽ എപ്പോഴും ക്ലബ് ടീമിൽ സക്സസ് ആയ കോച്ചുകൾ സക്സസ് ആണോന്നില്ല. ഇപ്പൊ ലൂയിസ് എൻട്രിക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അങ്ങനെ പലരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലൂയിസ് ഡി ലോപ്പോന്റെ ക്ലബ് കരിയർ പുള്ളിയുടെ ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. ഇവൻ സെക്കൻഡ് ഡിവിഷനോ തേർഡ് ഡിവിഷനോ ക്ലബിനെ അങ്ങനെ മാനേജ് ചെയ്ത അതും വിലകയറ്റായിട്ട് പുള്ളി പിന്നെ യൂത്ത് ലെവൽ സിസ്റ്റത്തിലോട്ട് മെറ്റുവൊക്കെ പോയി അവസാനം വരുമായിരുന്നു. സോ നാഷണൽ ടീമിലോട്ട് വരുമ്പോൾ ആ ഒരു സിസ്റ്റം ഐഡന്റിറ്റി ഒക്കെ വേണം. പക്ഷെ എന്നാലും ഉള്ള റിസോഴ്സസിൽ നിന്ന് എടുക്കുവാണ്. സോ അതിനകത്ത് തന്നെ ക്ലോപ്പിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ പ്രോബ്ലി ജർമ്മൻ പ്ലേയേഴ്സ് ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പുള്ളി തന്നെ ഇന്ന് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു കേട്ടില്ലായിരുന്നു, എന്നെ എന്റെ കുടുംബത്തെ ആക്രമിച്ചാൽ എന്തെങ്കിലും ആവശ്യമില്ലാതെ പറഞ്ഞാൽ ഞാൻ ഇട്ടേച്ചു പോകുന്നുള്ള വാർണിംഗ് തന്നിട്ടുണ്ട്. അതായത് എനിക്കല്ല ഈ ജോബ് ആവശ്യം, നിങ്ങൾക്കാണ് എന്നെ ആവശ്യം എന്നുള്ളൊരു മെസ്സേജ് ക്ലിയർലി ആൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ പ്രസ് കോൺഫറൻസിലും മറ്റുമൊക്കെ. സോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ജർമ്മനിക്ക് ആവശ്യം ക്ലോപ്പിനാണ്. ബാക്ക് ഹിം, ട്രസ്റ്റ് ഹിം. ജർമ്മൻ ഇപ്പൊ ജർമ്മനിക്ക് പ്രോബബ്ലി ആ ഐഡിയോളജി, ക്ലോപ്പിന്റെ ഐഡിയോളജി മൈറ്റ് ബി ഗുഡ് ഫോർ ദം. ലോങ് റണ്ണിലോട്ട് മറ്റേ ഓരോ പഴയ ജർമ്മനിയുടെ ആ ഒരു അഗ്രസീവ് ഫിസിക്കൽ മിഡ്ഫീൽഡേഴ്സ്, ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫൻഡേഴ്സ്, അത്യാവശ്യം നല്ല ബോൾ പ്ലേയിങ് അബിലിറ്റി ഉള്ള ഫിസിക്കൽ ആയിട്ടുള്ള അഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്റ്റൈൽ പ്രോബ്ലി നാഗൽസ്ട്രോം വന്നപ്പോൾ അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ക്ലോപ്പ് കൂടുതൽ റെപ്യൂട്ടർ ആണ്, കൂടുതൽ അറിയാലോ. സോ ഇതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ട്രസ്റ്റിംഗ് ദ മാനേജർ. ഇപ്പൊ പിർലോയുടെ കാര്യം ഇപ്പൊ അപ്പോയിന്റ്മെന്റ് പിർലോ ആണെന്ന് കേൾക്കുന്നു, ഓൾമോസ്റ്റ് ഡണ്ണായി വരുന്നു കേൾക്കും. ഇവരെല്ലാം ട്രസ്റ്റിംഗ് ദ മാനേജർ, ട്രസ്റ്റിംഗ് ദ പ്രോസസ് ആണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവൈലബിൾ റിസോഴ്സസും അവർ യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ക്ലബ് മാനേജ്മെന്റ് സക്സസ് ആയി എന്ന് പറഞ്ഞ് നാഷണൽ ടീമിന് സക്സസ് ആവണമെന്നില്ല. കാർലോ ആൻസലോട്ടി ആണെങ്കിലും ബ്രസീൽ നമ്മൾ കണ്ടു, ശരിയാണ് ഉടനെ വന്നേ ഉള്ളൂ. പക്ഷെ റയൽ മാഡ്രിഡിൽ പുള്ളി വന്ന സീസൺ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയത്. ആ സമയത്ത് ബ്രസീലിൽ നമ്മൾ വന്ന ഫസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പുള്ളി ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അഗ്രസീവ് ഉണ്ടാക്കിയില്ല. സോ അതിനകത്ത് തന്നെ അവൈലബിൾ റിസോഴ്സസ്, ആ ഒരു സിസ്റ്റം, ആ ഒരു സ്റ്റൈലൊക്കെ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. ആൻഡ് വേൾഡ് കപ്സിലോട്ടും മറ്റുമൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് പ്ലേയിങ് ദ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. ചിലപ്പോൾ പ്രാഗ്മാറ്റിക് ആവുക, ചിലപ്പോൾ അഗ്രസീവ് ആവുക, ഡിഫൻസീവ് ആവുക, ചിലപ്പോൾ നെഗറ്റീവ് അപ്രോച്ചുകളൊക്കെ റിസൾട്ടുകൾ എടുത്തുകൊണ്ട് പോകുന്ന സിനാരിയോസ് നമ്മൾ വേൾഡ് കപ്പിൽ ഉൾപ്പെടെ കണ്ടാണ്. സോ ഞാനിപ്പോഴാണ് പക്ഷേ ഇറ്റ്സ് എ റൈറ്റ് മാൻ. വേറൊരു മാൻ ഇല്ല ഇപ്പം ജർമ്മനിയെ രക്ഷപ്പെടുത്താനായിട്ട്, വേറൊരാൾ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. ബ്രോ ക്ലോസിംഗ് എന്താണ് ബ്രോ ബാഴ്സയുടെ എന്താണ് ന്യൂസ് കേൾക്കുന്നത്? നിങ്ങൾ പുതിയ ആരെങ്കിലും സൈൻ ചെയ്യുന്നുണ്ടോ? ലെവൻഡോസ്കി പോകോ? എന്തെങ്കിലും പുതിയ ന്യൂസ് കേൾക്കുന്നുണ്ടോ ബ്രോ? അല്ല, ലെവൻഡോസ്കി ഷിക്കാഗോ ഫയറിൽ ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു കളിയും കളിച്ചു. ഗോർഡനെ ഞങ്ങൾ വേൾഡ് കപ്പിന് മുമ്പ് സൈൻ ചെയ്തായിരുന്നു. അതിപ്പോ ആലോചിക്കുമ്പോൾ വളരെ നല്ല രീതിക്ക് 70 മില്യൺ യൂറോസ് പ്ലസ് 10 മില്യൺ. ഇപ്പം നടക്കുന്ന ഡീലുകളൊക്കെ നോക്കുമ്പോൾ ലോട്ടറി ആയിട്ട് തോന്നുന്നുണ്ട് ഗോർഡനെ 70 പ്ലസ് 10 കിട്ടിയത്. യൂറോസ്, പൗണ്ട് അല്ല, ഏകദേശം ഒരു 65 മില്യൺ പൗണ്ട്സ് പാക്കേജിന് കിട്ടിയത് ഇപ്പൊ ലോട്ടറി ആയിട്ട് പോകുന്നുണ്ട്. വേൾഡ് കപ്പിലുള്ള പെർഫോമൻസ് അറിയാൻ ഫ്ലിക്ക് വാണ്ടടി. സോ വേൾഡ് കപ്പിന് മുമ്പ് ഡൺ ആക്കിയത് ഒരു ഗ്രേറ്റ് ഇല്ലാതെ വേൾഡ് കപ്പ് കഴിയാതെ പ്രോബ്ലി 70 സ്ഥാനത്ത് 100 വെള്ളം പോകേണ്ടതാണ്. അതുപോലെ ആഡിയമീനെ ഡൺ ആക്കിയിട്ടുണ്ട് ബാർസ 29 മില്യന്റെ ടോട്ടൽ പാക്കേജിന്. കരീം ആഡിയമീനെ ബൊറൂസിയ ഡോർട്ട്മണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബിസ്വു എന്ന് പറയുന്ന ഒരു യങ്സ്റ്ററിനെ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, 18 വയസ്സാണ്. സോ ഇങ്ങനെ യങ്സ്റ്റേഴ്സ് 2-3 പേര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കുന്നത് ക്യാൻസലോ ഡീൽ പെർമനന്റ് ആക്കാൻ നോക്കുവാണ്. അമറിക് ലപ്പോർട്ടും ക്യൂട്ടി റൊമാറോ രണ്ടുപേരുമായിട്ടും ടോക്സ് ആക്കുന്നുണ്ട്. അതിൽ അമറിക് ലപ്പോർട്ട് മിക്കവാറും എത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂലിയൻ അൽവാറസിന്റെ കാര്യമാണ് ഇപ്പോഴും ഹോട്ട് ആൻഡ് കോൾഡ് ആയിട്ട് നിൽക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഇപ്പം. അതിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് പല നെയിംസും കാണുന്നുണ്ട്. അതിന്റെ ടോപ്പിൽ ക്രൂപ്പിയുടെ പേര് നിൽക്കുന്നുണ്ട്. ക്രൂപ്പിയും കീനാണെന്ന് കേൾക്കുന്നു. ബട്ട് അൽവാർസ് കിട്ടിയില്ലെങ്കിൽ ക്രൂപ്പി, ഓഷിമൻ, അസ്ലാനിയൊക്കെ പോലെ യങ്സ്റ്റേഴ്സിലോട്ട് പോകത്തുള്ളത് കേൾക്കുന്നു. സോ അസ് ഓഫ് നൗ അൽവാറസ് ഡീല്, ക്യാൻസറോ ഡീല് പെർമനന്റ് ആക്കുക, റൊമേറോ ഓർ അമറിക് ലപ്പോർട്ട്, ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ബാർസലോണ നിൽക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫർ വിൻഡോ നടക്കുന്നത്. ഇപ്പം വേറെ അങ്ങനെ സ്ട്രോങ് ലിങ്ക്സ് ഒന്നും, ചില ലിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് റിലയബിൾ ആയിട്ടുള്ള ലിങ്ക്സ് അല്ല. ഓക്കെ ബ്രോ, അപ്പൊ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തത്. അപ്പൊ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് ഡേ ബ്രോ, താങ്ക് യു.